നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നതാകുന്ന സകല നന്മ തിന്മകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കൊണ്ട് ഖബറിൽ എഴുതിപ്പിക്കുമേ. റഖീബ് അതീദ് അലൈഹിസ്സലാം ഇവരൊക്കെ രേഖപ്പെടുത്തിയത് മുഴുവനും എല്ലാ കാര്യങ്ങളും നിന്നെ കൊണ്ട് എഴുതിപ്പിക്കും. എവിടെ വെച്ച്? ഖബറിൽ വെച്ച് നീ എഴുതും. സ്കൂളിൽ തന്നെ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞ ഹോംവർക്ക് പോലും എഴുതാൻ വയ്യാത്ത ഹാജിയാരായിരുന്നു. ഖബറിൽ പോയിരുന്ന് എഴുതലോടെ എഴുതല. ഞാൻ എഴുതാൻ എക്സേ ഒന്നും എഴുതാൻ വയ്യാലും ഒരു പോയ എഴുതിക്കൊണ്ട് വരാൻ വയ്യ എന്ന് പറഞ്ഞിരുന്നവരെ ഖബറിൽ ഇരുത്തി എഴുതലോടെ എഴുതല. എഴുതിക്കും. നമ്മളെല്ലാവരും എഴുതണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ആ ഖബറിൽ കണ്ടുമുട്ടുന്ന ഏറ്റവും ആദ്യം അഭിമുഖീകരിക്കുന്ന വിഷയം ഏതാണ്? ആദ്യമായി അവനെ ഖബറിൽ കണ്ടുമുട്ടുന്നത് എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മാ സഅലനി അൻഹു ഇല്ലാ അൻത ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദേ, നീയല്ലാതെ ഇതിനെക്കുറിച്ച് ഇന്ന് വരെ ആരും ചോദിച്ചിട്ടില്ല. നല്ലൊരു ചോദ്യമാണ് ഇബ്നു മസ്ഊദേ. അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു മലകുൻ ഇസ്മുഹു റൗമാൻ. ആദ്യമായി ഖബറിൽ ഒരു മനുഷ്യൻ കണ്ടുമുട്ടുന്നത് ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് മൂടുകല്ല് വെച്ച് മണ്ണിട്ടെല്ലാവരും പിന്തിരിഞ്ഞു പോകുമ്പോ ഖബറിലേക്ക് തുരന്നുകൊണ്ട് ഖബറിൻ അവന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഇസ്മുഹു റൗമാൻ എന്ന പേരുള്ള മലക്കാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ മലക്ക് അവന്റെ മുന്നിൽ വന്നുകൊണ്ട് വിളിക്കുമത്രേ. അവനെ വിളിച്ചുണർത്തിയിട്ട് അവനോട് പറയുകയാണ്, യാ അബ്ദല്ലാഹ് വയാ അമത്തല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയെ, ഉക്തുബ് അമലക, നിന്റെ അമലുകൾ മുഴുവനും രേഖപ്പെടുത്തടി എന്ന് ഖബറിൽ കിടക്കുന്നവനോട് പറയുമേ എന്നും ഹബീബുനാ റസൂലുള്ളാഹി. ഖബറിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് വിറയ്ക്കുന്നവൻ അവൻ വിളിച്ചു പറയുകയാണ്, മാമഈ ദവാതുൻ വലാ ഖിർതാസുൻ വലാ ഖലമുൻ, എന്റെ കയ്യിൽ പേനയില്ലല്ലോ, എന്റെ കയ്യിൽ മഷിയില്ലല്ലോ, എഴുതാൻ പേപ്പറില്ലല്ലോ, കടലാസില്ലല്ലോ, എങ്ങനെയാണ് എഴുതുക? ഉടനെ മലക്ക് പറയുകയാണ്, കഫനുക ഖിർതാസുക വമിദാദുക റീഖുക വയിസ്ബഉക ഖലമുക. നിന്റെ കഫൻ പുടവയില്ലയോ പെങ്ങളെ? നിന്നെ വീട്ടിൽ നിന്ന് ധരിപ്പിച്ചുകൊണ്ട് വീട്ടുകാരെ പറഞ്ഞു വിട്ടതാകുന്ന 3 തുണി കഫൻ പുടവയില്ലയോ? ആ 3 തുണി കഫൻ പുടവയാണ്. നിനക്ക് എഴുതാനുള്ളതാകുന്ന കടലാസ് തീർന്നില്ല. നിന്റെ വായിലൂടെ തത്തിക്കളിക്കുന്ന ഉമിനീരാണ് നിനക്കുള്ള മഷി. നിന്റെ വിരലിന്റെ തുഞ്ചം അതാണ് നിനക്കുള്ള പേന. നിന്റെ പേനയാകുന്ന വിരൽ കൊണ്ട് നിന്റെ വായിലൂടെ കളിക്കുന്നതാകുന്ന ഉമിനീരിലേക്ക് മുക്കി നിന്റെ കഫൻ പുടവയിലേക്ക് നീ സ്വന്തം ഇരുന്നു കൊണ്ട് എഴുതണേ. നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളും നന്മകളും എന്ന് ആ മലക്ക് പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണേ. നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുള്ള ഏതെല്ലാം തിന്മകളാണ് അതെല്ലാം നീ ഓർക്കുകയാണ്. അതെല്ലാം അവന്റെ മനസ്സിലേക്ക് കടന്നു വരുമത്രേ. കയൗമിൻ വാഹിദ്, ഒരൊറ്റ ദിവസം
ദിവസം ചെയ്ത തെറ്റുകുറ്റങ്ങൾ പോലെ ഇന്നത്തെ പ്രഭാതം മുതൽ ഇന്നത്തെ പ്രദോഷം വരെ നീ ചെയ്ത എല്ലാ കാര്യങ്ങളും നിന്റെ ഹൃദയത്തിൽ ഓർമ്മ വരുന്നില്ലേ? അതേപോലെ നീ പ്രായപൂർത്തിയെത്തിയ തലം മുതൽ നിന്റെ മരണം വരെ നീ ചെയ്തതാകുന്ന ഏതെല്ലാം തിന്മകളുണ്ടോ അതെല്ലാം നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ തലച്ചോറിനുള്ളിലൂടെ അല്ലാഹു കടത്തിവിടുകയാണ്. എല്ലാം ഓർക്കുകയാണ്, എല്ലാം എഴുതുകയാണ്. ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദ്. അവന്റെ എല്ലാ നന്മകളും എല്ലാ തിന്മകളും എഴുതുകയാണ്. ആർക്കാണ് പെങ്ങളെ നന്മയുള്ളത്? ആർക്കാണ് ചെറുപ്പക്കാരാ നന്മ അധികരിച്ചിട്ടുള്ളത്? ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ. നന്മയുള്ളവനെ രക്ഷപ്പെടുകയാണ്, ആ നന്മ അവൻ എത്തിക്കും, അവൻ അതിനെ കാണുക തന്നെ ചെയ്യും. വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. അണുമണി തൂക്കം തിന്മ ചെയ്തവരുണ്ടോ? ഏതെങ്കിലും ഒരു ചെറിയ തിന്മ പോലും അല്ലാഹു വിട്ടുകളയുകയില്ല, അല്ലാഹു മായിച്ചു കളയുകയില്ല. അതുകൊണ്ട് പെങ്ങളെ നീ ഓർക്കുകയാണ്, നിന്റെ കഫംപുടയിലേക്ക് എഴുതുമ്പോൾ ഏതാണ് ഞാൻ ചെയ്ത തെറ്റ് അപ്പോഴാണ് ഹൃദയത്തിലേക്ക് വരുന്നത്. നീ നിന്റെ ചെറുപ്പത്തിൽ ചെയ്തതാകുന്ന ഓരോ തെറ്റുകൾ കടന്നു വരുകയാണ്. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഹൃദയം നടുങ്ങിക്കൊണ്ട് ചിന്തിക്കുന്നതായ ഓരോരുത്തരുടെയും മുഖകമലങ്ങൾ എനിക്ക് വ്യക്തമായി തെളിഞ്ഞു കാണുന്നത് പോലെ നാളെ അള്ളാന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് ഓരോരുത്തരും വിഷമിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. അവൻ കള്ളു കുടിച്ചത്, അവൻ ലഹരി നുണഞ്ഞത്, അവൻ വ്യഭിചരിച്ചത്, അവൻ സിനിമാ തിയേറ്ററിലേക്ക് പോയത്, അവൻ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടത്, അവൻ കൂട്ടുകാരന് സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചത്, കൂട്ടുകാരന് തിയേറ്ററിൽ പോകാൻ പൈസയില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുപോകാമടാ എന്ന് പറഞ്ഞുകൊണ്ട് കുറിപ്പ് കാണിക്കാൻ കൂട്ടുകാരനെ കൊണ്ടുപോയവനില്ലയോ? എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ എഴുതുകയാണ്. ഒന്നുപോലും വിട്ടുപോകാതെ രഹസ്യമായും പരസ്യമായും നീ ചെയ്തതാകുന്ന സകല നീചകൃത്യങ്ങളും അവൻ എഴുതുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി വകുല്ലു ഇൻസാൻ. എല്ലാം എഴുതി കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഴുവനും ചുരുട്ടുകയാണ്. ആ കഫംപുടവ് മുഴുവനും ചുരുട്ടുകയാണ്. മലക്കുകൾ മുഖേന അവന്റെ ചുമരിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. നാളെ മഹ്ശറയിലേക്ക് വരുമ്പോ അതും ചുമന്നുകൊണ്ടാണ് പെങ്ങളെ കടന്നു വരിക എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുമായിട്ട് വരിക. നീ കഫംപുടവിൽ എഴുതിയില്ലേ? അതാണ് നിനക്ക് നന്മ തിന്മകളായിട്ട് വേർതിരിച്ചിട്ട് നിന്റെ കിതാബായിട്ട് നൽകുക. എങ്ങനെയുണ്ട്? വകുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ കിതാബൻ യൽഖാഹു മൻശൂറാ. പരിശുദ്ധമായ ഖുർആൻ ഓതണേ ചെറുപ്പക്കാരാ. നിനക്കുള്ള കാറ്റലോഗാണ്, നിനക്കുള്ള വഴികാട്ടിയാണ് ഖുർആൻ. ഖുർആനിലേക്ക് തിരിയാതെ, നമസ്കാരങ്ങൾ ചിട്ടവെക്കാതെ മോശമായ തലത്തിലേക്ക് പോയവരെ ഖേദിക്കണേ. നാളെ മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ തലയിൽ ചുരുട്ടി വെച്ചിരിക്കുന്നത്, നിന്റെ പിരടിയിൽ ചുരുട്ടി വെച്ചിരിക്കുന്നത് ഖബറിൽ നീ എഴുതിയതാകുന്ന നന്മ തിന്മകളാണ്. യൽഖാഹു മൻശൂറാ. പരത്തപ്പെട്ടതായി അവന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇഖ്റാ കിതാബക. അവനോട് പറയാണ്, ഇഖ്റാ കിതാബക. വായിക്ക്. നീ ചെയ്തതാകുന്ന എല്ലാ കാര്യങ്ങളും വായിക്ക്. എവിടെ? മഹ്ശറയിൽ. ഇവിടെ ഒരു മനുഷ്യനറിയാതെ ചെയ്ത പരിപാടിയാണ്. രാത്രി പോയി പള്ളിക്കുറ്റി പോയിട്ട് ചക്കയുടെ കറയിട്ടിട്ട് കുറക്കി എടുത്തു.
ചെരുപ്പടിച്ചു മാറ്റി, മൊബൈൽ ഫോൺ എടുത്തു മാറ്റി, ബസ്സിലിരുന്ന് അന്യ പെണ്ണിന്റെ പേഴ്സ് ഒക്കെ കീറിയിട്ട് സ്ത്രീധനത്തിന്റെ പൈസ എന്തു ആയിക്കോട്ടെ പോയവനെ ഒക്കെ അവിടെ കൊണ്ടുവരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. وما كان لنبي أن يغل ومن يغل يأتي بما غل يوم القيامة. വഞ്ചിച്ചവരെ ഈ ദുനിയാവിൽ മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിച്ച മുഅ്മിനത്തെ നാളെ അതുമായി മഹ്ശറയിൽ കടന്നു വരുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വമൻ യഖുൽ യഅതി ബിമാ ഖല്ല യൗമൽ ഖിയാമ. ഈ ദുനിയാവിൽ നീ എന്ത് അടിച്ചു മാറ്റിയാലും അത് സമ്പത്താകട്ടെ, മറ്റുള്ളവരുടേതാകുന്ന സ്ഥലമാകട്ടെ, ഭൂമിയാകട്ടെ, എന്തായിക്കോട്ടെ, അതെല്ലാം ചുമന്നുകൊണ്ട് നാളെ മഹ്ശറയിലേക്ക് വരുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ ഒക്കെ കൊണ്ടുവരും. എന്താ ചെയ്യാ? എന്നോട് പറയും, വായിക്കാൻ പറയും. നീ ചെയ്ത തെറ്റോ വലിയ പാതകം, വലിയ തെറ്റ്, അന്യ പെണ്ണിലേക്ക് നോക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശത്തിൽ പരിപൂർണമായി നിലകൊള്ളേണ്ടതിന് പകരം അന്യ പെണ്ണിനെ നോക്കി എന്ന് മാത്രമല്ല, പ്രവാസിയാകുന്ന അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കബളിപ്പിച്ച് ആ വീട്ടിനുള്ളിൽ കയറി അവളെ നശിപ്പിച്ചില്ലേ? നിനക്ക് ഹിസാബാ. നിന്നോട് വായിക്കാൻ പറയാൻ വായിക്കടാ, നിന്റെ കിതാബ് വായിക്ക്. കഫാ ബിനഫ്സിക ലൗമ അലൈക ഹസീബാ. കഫാ ബിനഫ്സിക ലൗമ അലൈക ഹസീബാ. മലബാറിലുള്ള പെങ്ങളെ, ചെറുപ്പക്കാരാ, ഗൗരവമാണ് മഹ്ശറ. നിന്റെ ശരീരത്തിന് ഏറ്റവും മതിയാകതാണ് ഈ ദിവസത്തതാകുന്ന വിചാരണ. നീ ഇത്രയും കാലം ഒളിച്ചും പാത്തും പതുങ്ങിയും തെറ്റ് ചെയ്തവനല്ലയോ? ഇന്ന് ഒളിക്യാമറകളെല്ലാം നിന്റെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അല്ലാഹ് നിന്റെ മുന്നിലേക്ക് വരുകയാണ്. റഖീബ് അതീദ് വിളിച്ചു പറയുകയാണ്, നീ ചെയ്ത സകല നന്മ തിന്മകൾ മുഴുവനും എഴുതപ്പെട്ടതാകുന്ന ഗ്രന്ഥം അല്ലാഹുവിന്റെ മുന്നിൽ സാക്ഷിപത്രമാണ്. ആ കിതാബിനെ കുറിച്ച് ഖുർആൻ പറയുകയാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. നീ ചെയ്തതാകുന്ന വലിയ തെറ്റുകൾ, കൊലപാതകങ്ങൾ, പലിശയുമായി ബന്ധപ്പെട്ടത്, കള്ളുകുടിച്ചത്, വ്യഭിചരിച്ചത് തുടങ്ങിയ വൻ പാപങ്ങളെല്ലാം, മാതാപിതാക്കളെ ഉപദ്രവിച്ചത്, അങ്ങനെയുള്ള സർവ്വസവാചലുകളും എല്ലാം അടയാളപ്പെടുത്തിയെന്ന് മാത്രമല്ല, നീ ചെയ്തതാകുന്ന ചെറിയ തെറ്റുകുറ്റങ്ങൾ പോലും അതിൽ ഒന്നുപോലും വിട്ടുപോകാതെ എല്ലാം അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്കണം, നമ്മൾ ഇങ്ങനെ ഒരു ലോകത്തേക്ക് പോകുന്നു എന്നുള്ള ബോധം പോലും നമുക്കില്ല. നമുക്ക് ചിന്തയുണ്ടോ? ഉണ്ട് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഹൃദയം കൊടുത്തൊന്ന് ചിന്തിക്കുക. നമുക്ക് ഖബറിനെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? മരിക്കുമെന്നുള്ള ബോധമുണ്ടോ? ഖബറിൽ ചോദ്യമുണ്ടെന്നുള്ള ബോധമുണ്ടോ? ഖബറിൽ ഇങ്ങനെയൊക്കെ എഴുതേണ്ടി വരുമെന്നുള്ളത് പഠിച്ചിട്ടുണ്ടോ? ഇനി പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്തേ മുഅ്മിനെ നിന്റെ ഹൃദയത്തിൽ അടയാളപ്പെടുത്താതെ പോകുന്നത്? നിനക്കെന്താ പേടിയില്ലാതെ പോകുന്നത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ ലോകത്തെ കൊണ്ട് വിശ്വസിച്ചവനല്ലേ മുഅ്മിൻ. പിന്നെ നിനക്കെന്താ ഭയപ്പാടില്ലാത്തത്? നിനക്കല്ലേ ഭയപ്പാട് വേണ്ടത്? അമുസ്ലിം സഹോദരങ്ങൾ, അവർക്ക് മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നാണ് വിശ്വാസം. ഇനിയൊരു ജീവിതം ഇല്ല. നിനക്കിതെല്ലാം ഉണ്ട്. മരണമുണ്ട്, ഖബറുണ്ട്, ഖബറിൽ ചോദ്യമുണ്ട്. മുൻകർ നക്കീർ അലൈഹിമുസ്സലാം കടന്നു വരും. റഹ്മാൻ എന്ന മലക്ക് കടന്നു വരും. നന്മ തിന്മകൾ രേഖപ്പെടുത്തും. അത് കഫംപുടയിലേക്ക് രേഖപ്പെടുത്തും. അത്
അതെല്ലാം ചുരുട്ടി നിന്റെ മേൽ വെച്ച് തരും. നാളെ മഹ്ശറയിൽ അതുമായിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത നിലയ്ക്ക് വിവസ്ത്രനായി, ശരീരത്തിൽ ഒരു നൂല് പോലും വസ്ത്രം ധരിക്കാതെ, പാദരഹിതനായി, യാതൊരുവിധ ചെരുപ്പമില്ലാതെ മഹ്ശറയിലേക്ക് പോകേണ്ടി വരും. അത് നിനക്ക് ഏടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കൈകളിൽ നൽകും. നന്മയാണ് അധികമെങ്കിൽ നിന്റെ വലത് കൈയിൽ ഏട് നൽകും, തിന്മയാണ് അധികമെങ്കിൽ നിന്റെ ഇടത് കൈയിൽ ഏട് നൽകും. അവിടെ നിന്നുകൊണ്ട് നന്മ അധികരിപ്പിച്ചവൻ, വലത് കൈയിൽ ഏട് നൽകപ്പെട്ടവൻ സ്വർഗത്തിലേക്ക്, ഇടത് കൈയിൽ ഏട് നൽകപ്പെട്ടവൻ നരകത്തിലേക്ക്. അല്ലേ? ഇതൊക്കെ വിശ്വാസമുള്ളവനല്ലേ? എന്നിട്ട് എന്താ നമ്മൾ നന്നാവാത്തത്? എന്താ നമ്മുടെ ജീവിതം ചിട്ടയാകാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചില കാര്യങ്ങൾ മറന്നുപോയി. ഞാൻ എന്റെ തുടക്കത്തിലേക്ക് വരികയാണ്. മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം അറബി പദം ഇൻസാൻ എന്നാണ്. അതിനെ പിടിക്കപ്പെട്ടത് എന്തിൽ നിന്നാണ്? നിസ്യാൻ, മറന്നുപോകാൻ. അതുകൊണ്ട് അവനെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാണ് ഈ വാഴ. നമ്മൾ മറന്നിരിക്കുകയാണ്. മരണോ, ഖബറോ, മഹ്ശറയോ, നരകമോ, സ്വർഗമോ ഒക്കെ നമ്മൾ വിട്ടുപോയി. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മിപ്പിക്കണം. അതിനാണ് വാഴ. ഇതിങ്ങനെ വരുമ്പോൾ ഹൃദയം നമുക്ക് ഈമാൻ വരണം. അല്ലാഹയെ കുറിച്ച് പറയപ്പെടുമ്പോൾ നടുങ്ങണം. ഖബറിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ പേടിക്കണം. ഈമാൻ അധികരിക്കണം. അങ്ങനെ ഈമാൻ അധികരിക്കുന്നവനാണ് മുഅ്മിൻ. അവൻ തിരിച്ചു ചിന്തിക്കും, പടച്ചറബേ എനിക്കൊന്ന് നന്നാവണം, എന്റെ കള്ളുകുടി ഒന്ന് മാറ്റണം, എന്റെ ഈ മോശമാക്കപ്പെട്ട വീടി വലി, സിഗരറ്റ് വലി അതുവരെ എനിക്ക് ഒഴിവാക്കണം. എന്റെ അടുത്ത തലമുറയെ ക്യാൻസർ പോലെയുള്ള മാരകമാകുന്ന രോഗത്തിൽ നിന്ന് മുക്തമാക്കണം. എന്റെ മക്കൾക്ക്, എന്റെ പരമ്പരകൾക്ക് എന്നെ കണ്ടൊരു പാഠമാകരുത്. എന്റെ ഭാര്യ എന്നെ വെറുക്കുന്നുണ്ട്, പലപ്പോഴും അവൾ തുറന്നു പറയുന്നില്ല. എന്റെ ഈ സിഗരറ്റ് വലിയിലൂടെ എനിക്കത് ഉപേക്ഷിക്കണം. എന്റെ മോശപ്പെട്ട സംസാരം, ഞാൻ വീടിന്റെ ഉമ്മറത്തിരുന്നു കൊണ്ട് എന്റെ ഭാര്യയെ നോവിപ്പിക്കുന്ന പല വർത്തമാനങ്ങളും പറയാറുണ്ട്. എന്റെ മക്കളെ കുറിച്ച് പറയാറുണ്ട്. എന്റെ അയൽവാസികളോട് ഞാൻ ശണ്ട കൂടാറുണ്ട്. എന്റെ നാട്ടുകാരോട്, കൂട്ടുകാരോട് ഞാൻ വഴക്കടിക്കാറുണ്ട്. ഒരുപക്ഷെ പള്ളിയുടെ അകത്തളത്തിൽ പോലും പലപ്പോഴും ഞാൻ ബഹളം വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി മാറ്റണം റബ്ബേ. ഞാൻ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് എല്ലാം ഏറ്റുപറയാ. അവനാണ് യഥാർത്ഥ മുത്തഖി. മുത്തഖി ആരാണ്? മുഅ്മിനിനെ നമ്മൾ പരിചയപ്പെട്ടു. മുത്തഖി ആരാണ്? റബ്ബിലേക്ക് എല്ലാം ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുന്നവൻ, അവനാണ് മുത്തഖി. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ.